എല്ലാവർക്കും നമസ്കാരം. തുടർച്ചയായി മറ്റുള്ളവരാൽ പറ്റിക്കപ്പെടുന്ന ആളുകളില്ലേ, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കണം, എന്താ എല്ലാവരും എന്നെ പറ്റിക്കണേ, ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എല്ലാവരും ഇവരെ ചതിക്കുന്ന ആളുകളായിരിക്കും, ഇല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ആളുകളായിരിക്കും. എപ്പോഴും ഇവർ മാത്രം അപമാനിക്കപ്പെടുന്നുണ്ടായിരിക്കും. അപ്പം നമുക്ക് തന്നെ ഉള്ളിൽ ഇങ്ങനെ തോന്നുമല്ലേ, എന്താണ് ആൾക്കാരെ എന്നെ മാത്രം ഇങ്ങനെ അപമാനിക്കുന്നത്, എന്നെ മാത്രം ദ്രോഹിക്കുന്നത്, എനിക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ എന്നൊക്കെ ചിന്തിക്കാറില്ലേ? ഇങ്ങനെ മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ആളുകളുമായിട്ട് മാത്രം നമ്മളെപ്പോഴും അടുക്കുന്നത്, ഇതിന് കുറച്ച് കാരണങ്ങളുണ്ട്. നമ്മുടെ ചില സ്വഭാവങ്ങളാണ് ഇങ്ങനെയുള്ള മാനിപ്പുലേറ്റേഴ്സുമായിട്ട്, നാർസിസിസ്റ്റിക്കായ ആളുകളുമായിട്ടൊക്കെ നമ്മളെ അടുപ്പിക്കുന്നത്. നല്ല ദയയുള്ള എമ്പത്തറ്റിക്കായ ആളുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള പാവം പിടിച്ച ആളുകളായിരിക്കും എപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ, മാനിപ്പുലേറ്റേഴ്സ്, നാർസിസിസ്റ്റിക്കായ ആളുകളൊക്കെ സെലക്ട് ചെയ്യുക അങ്ങനെയുള്ളവരായിരിക്കും. കൺട്രോളിങ് ആയ ആളുകൾ എപ്പോഴും ഒതുങ്ങി നിൽക്കുന്ന ആളുകളെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. മുന്നിൽ നിൽക്കുന്ന ആളെ നോക്കാതെ പ്രതികരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കില്ലേ, അങ്ങനെയുള്ളവരെയൊന്നും ഇവരാരും സെലക്ട് ചെയ്യില്ല. കാരണം ഇവർക്ക് അറിയാം എങ്ങനെയുള്ള ആളുകളാണ് തങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളുകൾ എന്ന് ഉള്ള നല്ല ബോധ്യത്തോടു കൂടി അവർ സെലക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ മാത്രം എപ്പോഴും ഈ ഉപദ്രവിക്കുന്ന ആളുകൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം നിങ്ങളുടെ കുറേ നല്ല സ്വഭാവങ്ങളാണ്. ഉപദ്രവിക്കുന്ന ആളുകളെ ആകർഷിക്കുന്ന നിങ്ങളുടെ ഒന്നാമത്തെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്പതി ആയിരിക്കും. നിങ്ങൾ വളരെയധികം എമ്പത്തറ്റിക്കായ ആളായിരിക്കും. മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ അത് സ്വന്തം വിഷമമായിട്ട് കരുതി അതിന് വളരെയധികം വിഷമിക്കുന്ന പാവം പിടിച്ച മനസ്സുള്ള വളരെ കരുണയുള്ള ആളുകളായിരിക്കും നിങ്ങൾ. അപ്പം ഇങ്ങനെയുള്ളവരെയൊക്കെ അവർ നോട്ടം വയ്ക്കുന്നതാണ്. മറ്റുള്ളവരുടെ വേദന കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾ കാണുക നിങ്ങളൊരു അബ്സോർബറാണ്. മറ്റുള്ളവരുടെ വിഷമങ്ങളെ അബ്സോർബ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ അവർ കരുതും അവരുടെ ടോക്സിസിറ്റിയെ, അവരുടെ കൺട്രോളിങ് നാച്ചറിനെ, അവരുടെ മാനിപ്പുലേറ്റീവായ സ്വഭാവങ്ങളെയൊക്കെ അബ്സോർബ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. കാരണം നിങ്ങൾ വളരെയധികം ക്ഷമയും കരുണയും ഒക്കെ ഉള്ള, മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കുന്ന, വളരെയധികം അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആളായിരിക്കും. ഇങ്ങനെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ആരെങ്കിലുമൊക്കെ ആവശ്യമാണ്. അവരുടെ ടോക്സിസിറ്റി കാണിക്കാൻ അവർക്ക് ഒരു ഇരയെ എപ്പോഴും ആവശ്യമാണ്. നിങ്ങളുടെ എമ്പതി അവരുടെ ഡംപിങ് ഗ്രൗണ്ടായി മാറുകയാണ്. അവർക്ക് എന്തെല്ലാം ദേഷ്യം, അവരുടെ ടോക്സിക്കായ കുറേ സ്വഭാവങ്ങളുണ്ടായിരിക്കില്ലേ, അപ്പോൾ അതൊക്കെ ഡംപ് ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ട് കിട്ടി എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങളെ കാണുന്നുണ്ടായിരിക്കുക. രണ്ടാമത്തെ നിങ്ങളുടെ സ്വഭാവമാണ് യുവർ ലോയൽറ്റി. നിങ്ങൾ വളരെയധികം ലോയലായ ആളായിരിക്കും. ആളുകൾ ഒരു തെറ്റ് ചെയ്ത ഉടനെ അവരെ വിട്ടിട്ട് പോകുന്ന ആളായിരിക്കില്ല. നിങ്ങളവിടെ സ്റ്റേ ചെയ്യും, ആ റിലേഷൻഷിപ്പിൽ സ്റ്റേ ചെയ്യും. നിങ്ങൾ അവർക്ക് സെക്കൻഡ് ചാൻസ് കൊടുക്കും, തേർഡ് ചാൻസ് കൊടുക്കും. വീണ്ടും വീണ്ടും അവർ ഇന്ന കാരണം കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്, അപ്പോൾ അവരുടെ അപ്പോഴത്തെ ടെൻഷൻ കൊണ്ട് അങ്ങനെ പെരുമാറിയതായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ആരായാലും അങ്ങനെയല്ലേ പെരുമാറുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അവരെ ന്യായീകരിച്ച് അവർക്ക് സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ ചാൻസ് കൊടുക്കുന്ന ആളായിരിക്കും നിങ്ങൾ. കാരണം നിങ്ങൾ ലോയലാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റുമ്പോൾ അവരെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ താൻ ലോയൽ അല്ലാത്ത ആളാണോ എന്ന് നിങ്ങൾക്ക് തന്നെ ഡൗട്ട് തോന്നും. അങ്ങനെ ചെയ്യുന്നത് ഒരു ബിട്രയലായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ ലോയൽ അല്ലാത്ത ആളാണ് എന്നൊക്കെ നിങ്ങൾ കരുതും. പിന്നെയുള്ള ഉപദ്രവിക്കുന്ന ആളുകളെ ആകർഷിക്കുന്ന നിങ്ങളുടെ മൂന്നാമത്തെ സ്വഭാവമാണ് യു ക്വസ്റ്റ്യൻ യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും ആദ്യം അത് എൻ്റെ തെറ്റാണോ, ഞാനങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ എന്നായിരിക്കും നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കുക. നമ്മൾ ആരെങ്കിലുമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലൊരു വഴക്കുണ്ടാകുമ്പോൾ, ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം നിങ്ങൾ ചിന്തിക്കുക ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് അയ്യോ ഞാനപ്പോൾ അത്ര ദേഷ്യപ്പെടണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഞാനൊന്ന് ശാന്തമായി നിന്ന് വെച്ചാൽ അത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കാത്തതുകൊണ്ടല്ലേ അവർക്ക് ദേഷ്യം വന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എപ്പോഴും അവനവനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്പോൾ അവർ കാണുന്നത് ഒരു സെൽഫ് ബ്ലൈമറെയാണ്. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവളങ്ങടെ ഏറ്റെടുത്തോളും എന്നുള്ള രീതിയിലായിരിക്കും അവർ കാണുന്നുണ്ടായിരിക്കുക അതിനെ. പിന്നെ നിങ്ങളുടെ നാലാമത്തെ സ്വഭാവമാണ് യു ഡിസയർ ടു ഫിക്സ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് എങ്ങനെയെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുക. അല്ലാതെ അത് ആകെ പ്രശ്നമാണ്, ഞാൻ ഈ ദുരിതത്തിൽ നിന്ന് ഇട്ടിട്ട് പോവുകയാണ് എന്നുള്ള രീതിയിൽ നിങ്ങളങ്ങ് പോവില്ല. എങ്ങനെയെങ്കിലും ആ പ്രശ്നം തീർക്കാൻ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് അവരോട് നൈസായി പെരുമാറിയിട്ട് എങ്ങനെയാണ് പ്രശ്നം ഇല്ലാതിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ദേഷ്യം വരുന്ന കാണുമ്പോഴേ വേഗം ദേഷ്യം വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളങ്ങ് ചെയ്തു കൊടുക്കും. അപ്പോൾ എങ്ങനെ പ്രശ്നമില്ലാതിരിക്കുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ചിന്ത. പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യില്ല എന്നുള്ളത് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നം അവരായിട്ടുണ്ടാക്കുമ്പോൾ അത് ഫിക്സ് ചെയ്യാനും നിങ്ങൾ മുന്നോട്ട് ഇറങ്ങുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നല്ല സ്വഭാവങ്ങളാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളുള്ള ആളാണെങ്കിൽ അത് മാറ്റണം എന്നുള്ളതല്ല പറയുന്നത്. ഇതൊക്കെ ഒരു മനുഷ്യന് ഉണ്ടായിരിക്കേണ്ട, നിങ്ങളൊരു നല്ല മനുഷ്യനാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളുടെ എമ്പതി, ലോയൽറ്റി, നിങ്ങളൊരു പ്രോബ്ലം ഫിക്സർ ആവുന്നത്,
സ്വയം ക്വസ്റ്റ്യൻ ചെയ്യാൻ, അവനവനെ സെൽഫ് അനലൈസ് ചെയ്യാനൊക്കെ തയ്യാറാവുന്നതൊക്കെ വളരെ നല്ല സ്വഭാവങ്ങളാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് ആർക്കാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ഈ നല്ല സ്വഭാവങ്ങൾ നിങ്ങൾ സെർവ് ചെയ്യുന്നത് ആർക്കാണ്. അതിന് അർഹതയുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും, നിങ്ങൾക്കൊരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. പക്ഷേ ഇത് നിങ്ങൾ സെർവ് ചെയ്യുന്നത് വളരെ മോശപ്പെട്ട, കൺട്രോളിംഗ് ആയ, മാനിപ്പുലേറ്റീവ് ആയ, വളരെ ടോക്സിക് ആയ ഒരാൾക്കാണ്, ഒരു നന്ദിയില്ലാത്ത ആൾക്കാണ് നിങ്ങളുടെ ഈ നല്ല സ്വഭാവങ്ങളെല്ലാം നിങ്ങൾ സെർവ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവരുടെ ഇരയായി മാറുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് വിളമ്പുമ്പോഴും അത് ആർക്കാണ് എന്നൊരു ചിന്ത, അതിന് അർഹതയുള്ള ആൾ തന്നെയാണോ അത് സ്വീകരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. അത് ഏത് തരത്തിലുള്ള സെർവിങ് ആണെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലായിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിലും അയാൾ അതിന് അർഹനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. യാതൊരു നന്ദിയില്ലാതെ നിങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ വീണ്ടും വീണ്ടും നിങ്ങളോട് ക്യാഷ് ചോദിക്കുകയോ സഹായം ചോദിക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ അതിനൊന്നും നന്ദിയില്ല. അങ്ങനെയുള്ള ആളുകളെയാണോ നമ്മൾ സഹായിക്കുന്നത്? അല്ലെങ്കിൽ നമ്മളെപ്പോഴും അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൂടി നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന, എപ്പോഴും വീട്ടിൽ വഴക്കുണ്ടാക്കി സമാധാനം കളയുന്ന അങ്ങനെയുള്ള ആളുകളോടാണോ നമ്മൾ ലോയലായിട്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ നല്ല സ്വഭാവങ്ങളുള്ളത് എപ്പോഴും നല്ലതാണ്, പക്ഷേ അത് ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്.